ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കാനാണ് സാധ്യത. ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം. ഇന്ന് ബംഗളൂരുവിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഏതു രീതിയിലുള്ള തിരച്ചിൽ നടത്തണമെന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും. ഇതിനിടയിൽ കർണാടക ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഹർജി ഇന്ന് പരിഗണിക്കുന്നതുമുണ്ട്. തിരച്ചിൽ പുരോഗതി അറിയിക്കണമെന്നായിരുന്നു കോടതിയുടെ നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. നാളുകളായി കേരളം കാത്തിരിക്കുന്ന ഈ ഗംഗാവലി പുഴയിൽ അർജുൻ കാണാതായി തിരച്ചിൽ നടപടികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു. എന്തായാലും തിരച്ചിൽ നടപടികൾ പുനരാരംഭിക്കാനാണ് നീക്കം. നാളെ മുതൽ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഈ അർജുൻ എവിടെയെന്ന ചോദ്യം നമുക്ക് ഉത്തരമില്ല. ഇതുവരെയും ആ വാഹനം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗംഗാവലി പുഴയുടെ ജലനിരപ്പ് കുറയുന്നു, ഒപ്പം തന്നെ ആ ഒഴുക്കിന്റെ ശക്തി കുറയുന്നു. ഇത് രണ്ടും അനുകൂല ഘടകങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായും സൈത്ത്, നാളെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് കർണാടക സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് 11 മണിക്കായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ കേസ് ഇപ്പോൾ അല്പസമയത്തിനകം കർണാടക ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ പരാമർശം നോക്കിയതിനു ശേഷം വൈകിട്ട് 4 മണിക്ക് യോഗം ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആണ് യോഗം. ഏത് രീതിയിലാണ് ഈ തിരച്ചിൽ തുടരേണ്ടത്, അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ വേണം, ഇതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ ഓൺലൈനിലൂടെ യോഗത്തിൽ ചേരുമെന്നും അറിയുന്നു. എന്തായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 28 നാളായിരിക്കുന്നു അർജുനെ ഇത്തരത്തിൽ കാണാതായിട്ട്. ഇത്രയും വലിയൊരു ലോറി ഈ പുഴയിൽ ഇത്തരത്തിൽ കാണാതായിട്ട് അത് കണ്ടെത്താൻ, അത് പുറത്തേക്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശങ്ങളിൽ. അതിനു പുറമെ 7 നോട്ട്സ് വേഗതയായിരുന്നു അടിയൊഴുക്ക്. അതൊക്കെ ഇപ്പോൾ മാറി ഒരു 4 നോട്ട്സിലേക്ക് ഇപ്പോൾ അടിയൊഴുക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും നേരത്തെ നേവി വ്യക്തമാക്കിയിരുന്നത് പുഴയിലെ അടിയൊഴുക്ക് 4 നോട്ട്സ് ആയാൽ തിരച്ചിൽ പുനരാരംഭിക്കാം എന്നായിരുന്നു. ഈ നേവിയുടെ ഒരു സംഘം അല്പസമയത്തിനകം ഗംഗാവാലി പുഴയിൽ ഇപ്പോഴുള്ള വേഗത അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഒരു പരിശോധന നടത്തും. എന്തായാലും ആ തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് നാവികസേനയും പോകുന്നത്. എന്തായാലും നാവികസേനയുടെ മേൽനോട്ടത്തിൽ ഈശ്വർ മൽപ്പി ആയിരിക്കും ഈ തെരച്ചിൽ നടത്തുക. നാവികസേന സഹായത്തിനുണ്ടാവും. ഏതായാലും കരയിലെ തെരച്ചിൽ ഇനി ഉണ്ടാകില്ല. കാരണം സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കരയിൽ ഈ ലോറി എവിടെയും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സേവനവും ഉണ്ടായിരിക്കില്ല എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കാനാണ് ആലോചിക്കുന്നത്. അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്ന് ആലോചിക്കാനാണ് ഇന്ന് യോഗം എന്നറിയുന്നു. കേരളത്തിൽ നിന്നും ആരെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇത് കർണാടക സർക്കാർ തന്നെ ചെയ്യുന്ന ഒരു ദൌത്യമാണ്. വീണ്ടും രക്ഷാദൌത്യം തുടരും എന്നത് നമുക്കറിയാം. അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായിട്ടുണ്ട്. ഈ 3 പേരെയും കണ്ടെത്തണമെന്നാണ് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും കോടതി എന്ത് പരാമർശം ഇത് സംബന്ധിച്ച് നടത്തുന്നു, ഈ തെരച്ചിലിന്റെ പുരോഗതിയൊക്കെ വിലയിരുത്തണം, അത് ഏത് രീതിയിലൊക്കെ ഉണ്ടായി എന്നത് കോടതിയെ ഇന്ന് ധരിപ്പിക്കണം എന്നായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന ഇതിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ എന്താണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിവരം, അതോടൊപ്പം കോടതി ഇതിൽ എന്തൊക്കെ പരാമർശം നടത്തും, അത് വളരെ ശ്രദ്ധേയമാണ്. ഇനി വരും അല്പസമയത്തിനകം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനമായിരിക്കും വൈകിട്ട് 4 മണിക്ക് ചേർന്ന യോഗത്തിൽ ഉണ്ടാവുക. സൈത്ത്, ബൈജു, വ്യക്തമാണ് കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമാണ്, തർക്കമില്ല കാര്യത്തിൽ. ഒപ്പം ഈ അർജുന്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും അവിടേക്ക് തിരിക്കുന്നുണ്ടോ? ഒപ്പം ബൈജു തന്നെ എപ്പോഴേക്കായിരിക്കും ഈ അവിടെ ഷിരൂരിലേക്ക് എത്തുക? നമുക്ക് അവിടുത്തെ തിരച്ചിൽ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കാം. തീർച്ചയായും സൈത്തെ, അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനും സഹോദരനും ഇന്ന് രാത്രിയോടുകൂടി ഷിരൂരിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോറി ഉടമ മനാഫ് നിലവിൽ ഷിരൂരിൽ തന്നെ തങ്ങുന്നുണ്ട്. നമ്മൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ന്യൂസ് 18 സംഘവും ഷിരൂരിലെത്തും. ഷിരൂരിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ ഓരോ വിവരങ്ങളും കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കാൻ ന്യൂസ് 18 സംഘം ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും നാളെ രാവിലെ മുതൽ ഷിരൂരിൽ നിന്ന് തത്സമയ കാഴ്ചകൾ, നിലവിൽ ഗംഗാവലി പുഴയുടെ നീരൊഴുക്ക് സംബന്ധിച്ച അവസ്ഥ, ഇതൊക്കെ നേരിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും നാളെ തിരച്ചിൽ തുടരുകയാണെങ്കിൽ അതിന്റെ കാഴ്ചകളും ദൃശ്യങ്ങളും നമുക്ക് ന്യൂസ് 18 നൽകാനാവും. എന്തായാലും നാളെ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ ഏകദേശം ധാരണയാക്കിയിട്ടുള്ളത്. പക്ഷെ അതിന് ഏതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതൊക്കെ ഇന്ന് കൂടിയാലോചിച്ച് തീരുമാനിക്കും. നേരത്തെ നമുക്കറിയാം ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ ഈ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ കണ്ടെത്തിയ മാർക്ക് 4 എന്ന ആ ഇടം, അവിടെയാണ് ലോറി ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമായി പരിശോധന നടത്തുക ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ ക്യാബിനകത്ത് ഈ
അർജുൻ ഉണ്ട് എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ രക്ഷാദൌത്യ സംഘങ്ങൾ ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്പോഴും ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം. പ്രധാനമായി ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഈ പരിശോധന നടത്തുക. ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കും. എന്തായാലും വളരെ പ്രതീക്ഷയുടെ നാളുകളാണ് ഈ നാളെയും മറ്റന്നാളും. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇതിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം ദിവസമായിരിക്കുന്നു ഈ അർജുൻ ഈ ഒന്നുകിൽ വെള്ളത്തിൽ അതുപോലെ അല്ലെങ്കിൽ ഈ മണ്ണിൽ ലോറിയിൽ പൂണ്ടെടുക്കുന്ന മണ്ണിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അർജുൻ ഉണ്ടാകുന്നത്. അത് ഇനി ദിവസം കഴിയുന്നതോറും നമുക്ക് അവസാനമായി കുടുംബത്തിന് ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ കേരളം ഒന്നാകെ കാത്തിരുന്ന അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. അതല്ലെങ്കിൽ ഏത് അവസ്ഥയിലായിരിക്കും നമുക്ക് അർജുനെ കണ്ടെത്താൻ പറ്റുമോ എന്ന ഒരു ചോദ്യത്തിലേക്ക് വരെ പോകേണ്ടി വരും. കുടുംബം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ തെരച്ചിൽ എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ അർജുന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ശിരൂരിലെത്തും. അവർ അവിടെ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ അത്തരത്തിലൊക്കെ അവർ ഒരു പദ്ധതി ഇടുന്നുണ്ട്. എന്തായാലും കുടുംബം വലിയ തോതിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഈ തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തിരച്ചിൽ ഏത് ദിവസം, അതായത് നാളെയാണോ അതോ മറ്റന്നാളാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കർണാടക സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. എന്തായാലും ശിരൂരിൽ നിന്നും തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലെത്തിക്കാൻ ന്യൂസ് 18 സംഘം നാളെ മുതൽ ശിരൂരിലുണ്ടാകും. സൈറ്റ് യെസ്, എന്തായാലും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടപടികൾ പുനരാരംഭിക്കുകയാണ്. നദിയിലെ നീരൊഴുക്കിന്റെ ശക്തി കുറഞ്ഞു, അതുകൊണ്ടുകൂടിയാണ് അനുകൂല സാഹചര്യം ഇപ്പോഴുണ്ടാകുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന യോഗം പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അല്പസമയത്തിനുള്ളിൽ കർണാടക ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നതുമുണ്ട്.